ശിവാനിക്ക് സത്യത്തിൽ ഇന്റർവ്യൂ കണ്ടപ്പോ നമ്മള് എല്ലാരും കമന്റ് ഇടുന്നുണ്ട് ശിവാനിക്ക് ഇത് കണ്ട വിഷമം നല്ല വിഷമമായി നല്ല വിഷമമായി കാരണം അവളും പൊടിയല്ലേ അവളും ഈ പറഞ്ഞ അവിടുത്തെ ചെറുതല്ല അല്ല നിന്റെ പ്രായമാണെങ്കിലും അവളും ഈ ചെറിയ കുട്ടികളുടെ കൂടെ ഉള്ള ആളാ പോട്ടെ നീയും കുഞ്ഞ് അല്ലേ പക്ഷെ ഇവൻ അങ്ങനെയല്ല അതായത് അവള് ചോക്ലേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവളിപ്പോഴും കൊച്ചു കുട്ടികളുടെ ആ ഒരു ക്യാരക്ടർ തന്നെയാ പക്ഷെ ഇവന്റെ ഒരു ചോക്ലേറ്റ് കിട്ടി അവനത് പോക്കറ്റിൽ താത്തു വെക്കത്തുള്ളൂ അത് പണ്ട് തൊട്ടേ അങ്ങനെയാ കുറച്ച് കഴിയുമ്പോ എന്റെ പോക്കറ്റ് മറ്റേ ATM മറ്റേ നമ്മള് ഈ ആർക്കെവിടെയും ഒന്ന് എടുക്കാന്നുള്ളൊരു സെറ്റപ്പ് വരുന്ന കാണാം ആരെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട് ചിലപ്പോ എന്റെ ഫോണൊക്കെ എടുത്തോണ്ട് പോകും കല്ലും പാറും പോക്കറ്റിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന ഇവിടെ പൊട്ടിയ സ്ലൈഡ് പിന്നെ എവിടെയെങ്കിലും തറ വീണ് എന്തെങ്കിലും അമ്മ അച്ഛനും കാണാതിരിക്കാൻ കൊണ്ടുവന്ന് വെക്കുന്നത് എനിക്ക് വൈകിട്ട് കിട്ടും ഇതൊക്കെ ഇവ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ ഇതുപോലെ പോകുന്ന സമയത്ത് ഇവർക്ക് ഈ പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ വാങ്ങാറുണ്ടോ പോകുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കുറെ നാളായി സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നമ്മള് പോയ ചോക്ലേറ്റ് പോട്ട് ഒന്ന് എയറിൽ മൂത്രമൊഴിക്കാന്ന് വിചാരിച്ചിട്ട് പുറത്ത് മൂത്രമൊഴിക്കുന്ന നമ്മൾ ഇറങ്ങുമല്ലോ അപ്പൊ വരും ചേട്ടാ മുട്ടായി 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 എങ്ങോട്ടാ മുട്ടായി ഞാൻ മുള്ളാൻ പോവാ എന്നാ അതുവഴി പോയിട്ട് മേടിച്ചിട്ട് വരും എന്താ മനുഷ്യരാടാ നീയൊക്കെ ഒരെണ്ണം പറഞ്ഞ മറ്റേത് അവിടെ നിന്ന് ഓടി വരും പോവാന്ന് ഇങ്ങോട്ട് മറ്റേ മുട്ടായി മേടിക്കാൻ പോണ്ടേ ഞാൻ അപ്പൊ നേരെ കൊണ്ട് ഇതിനെ കൊണ്ട് പൊന്നിമടത്തിന്റെ കൊടുക്കുന്ന വെച്ചാൽ എവിടെ അമ്മയുടെ കൊടുക്കും മറ്റേ പാറുവിനെ കൊണ്ട് പാറിന്റെ അച്ഛനാണോ അമ്മയാണോ അല്ലാട്ടാണെങ്കിൽ അല്ലാട്ടൻ ഞങ്ങ ചേച്ചിയാണെങ്കിൽ ഞങ്ങ ചേച്ചി അവരുടെ കൊണ്ടേ കൊടുക്കും ഞാനെന്നാ പോയിട്ട് വരാം അത് കഴിയുമ്പോൾ അകത്തുനിന്ന് 2 എണ്ണം വരും ലച്ചേച്ചി ശിവാനി അവർക്കും വേണോ ശിവാനി അയ്യോ പിള്ളേര് മുട്ടായി ചോദിക്കൂ ശിവാനി എന്നിട്ട് എടാ നമ്മടെ പെണ്ണി ചെന്നിട്ടേ ഒരു ഐസ്ക്രീം മേടിച്ചോണ്ട് വന്നേ ഞാൻ കാശ് തരാം തരും ശരി അപ്പൊ ലച്ചേച്ചി എടാ പറയണ്ടല്ലോ ഓ ശരി ഇതിപ്പോ നഷ്ടമാണല്ലോ സംഭവം എല്ലാത്തിനും മേടിച്ചു കൊടുക്കണം എല്ലാവർക്കും ആ സമയത്താണ് നമ്മുടെ ടെക്നിക്കൽ ഗ്രൂപ്പിലുള്ള എല്ലാവരും വരും സജിയലിയൻ അമൽജി കുട്ടാരു ക്യാമറമാന്മാര് എല്ലാം കൂടെ വന്നിട്ട് നിരന്നിരുന്ന് നിപ്പുണ്ട് പിള്ളേർക്ക് മാത്രം മേടിച്ചാ അൽസോയി മോശമാണ് സെറ്റി കയറേണ്ട അറിയുകയോ ചെന്നിട്ട് അവസാനം 1 രൂപയുടെ വെച്ചുള്ള 30 മുട്ടായി കൊടുക്കും അതൊരു ഫാമിലി സ്ഥിരം ഞാൻ കൊടുക്കൂല സ്ഥിരം കൊടുത്താൽ നമ്മൾ നശിച്ചു വാങ്ങിയാലും എല്ലാവർക്കും ഈ റീസെന്റ് കുറെ നാളത്തെ എപ്പിസോഡ്സിനകത്ത് എല്ലാവരും കമന്റ് ഇട്ടേക്കുമായിരുന്നു ഈ കേശുവിനെ സമ്മതിക്കണം ഇവന് ഒറ്റയ്ക്ക് ഒരു എപ്പിസോഡ്സ് ഒക്കെ ഇവന്റെ മെയിൻ കോറിൽ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള രീതിയിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കഷ്ടപ്പാട് മാത്രമല്ല നമ്മളെ സെറ്റിലുള്ള എല്ലാവരുടെയും കഷ്ടപ്പാടാണ് നമ്മൾ ഒരാൾ വിചാരിച്ചുകൊണ്ട് ഒരിക്കലും ഒരു സാധനം നന്നാവില്ല എല്ലാവരും ഒരേപോലെ ഇപ്പൊ ഞാൻ അവിടുന്ന് ഇവിടെ ഓടി വരുന്ന സാധനമാണെങ്കിൽ പോലും അത് അതിന് ക്യാമറ റെഡി ആവണം എന്റെ ഓഡിയോ റെഡി ആവണം ഞാൻ ചെയ്യണത് കാണണ്ടേ പിന്നെ അതേപോലെ തന്നെ ഞാൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ കോ ആർട്ടിസ്റ്റുകൾ കറക്റ്റ് ഞാൻ ഓടി വരുമ്പോൾ ഇവിടുന്ന് മാറുന്നാലും എനിക്ക് ഇവിടെ നിൽക്കാൻ ഉറപ്പായിട്ടും അപ്പൊ അതേപോലെ എല്ലാവരും ചെയ്യുന്ന ഒരു കൂട്ടായ്മയുടെ പരിപാടിയാണ് ഇപ്പോഴും മാത്രമല്ല കൊല്ലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ കുറെ സ്ലാങ് ഒക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചത് ഇതെല്ലാം എങ്ങനെയാ ബാലു അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയ സ്ലാങ്ങുകളാണോ എന്തരടേ അങ്ങനെ കുറെ സ്ലാങ് ഞാൻ ഇവിടെ വന്നപ്പോൾ വളരെ ശുദ്ധനായ ഒരു പത്തനംതിട്ട പച്ച മലയാളം സംസാരം ഞാൻ ആലോചിച്ചു നമ്മുടെ ഒരു സ്ലാങ് അല്ലല്ലോ മാറിപ്പോയല്ലോ ഞാൻ പച്ചയാണോ മഞ്ഞയാണോ നീലാണോ ചുവപ്പോ ഒരു കളർ എനിക്ക് കിട്ടണില്ല പലരും ചോദിക്കാറുള്ള ചോദ്യം ഈ തിരുവനന്തപുരം സ്ലാങ് അത് നമ്മുടെ മണിയറയിലെ അശോകൻ ഫിലിം നമ്മുടെ ദുൽഖർ സൽമാന്റെ പുള്ളി ചോദിച്ച ഇവന്റെ നാട് പത്തനംതിട്ടയല്ലേ ഇവനെങ്ങനെ എന്തൊരു ഈ ട്രിവാൻഡ്രം സ്ലാങ് ഇവൻ എവിടെ നിന്ന് പിടിച്ചാണെന്ന് അപ്പോഴവര് പറഞ്ഞ് എന്നോടാ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതുപോലെ ബീച്ചേട്ടൻ ട്രിവാൻഡ്രമാണ് പുള്ളിയുടെ കൂടെയുള്ള സംസാരം പുള്ളിയാണല്ലോ അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ വളരെ കൊച്ചിലേ ആ ഒരു ലാംഗ്വേജ് അങ്ങ് പിടിച്ചു പോയല്ലോ ചെറുതിലെ അങ്ങനെ പിടിച്ച് പക്ഷെ അങ്ങനെ എന്നാ ഇവരെല്ലാരും ഒരുമിച്ചുള്ളവരുമായിരുന്നു പക്ഷെ ഇവർക്ക് ആർക്കും അത്രയും കിട്ടില്ല ഇവനെങ്ങനെ കിട്ടി ഇത്രയെന്നുള്ളത് എനിക്കറിയത്തില്ല വേണമെങ്കിൽ ഞാൻ നോർമൽ ആവണമെങ്കിൽ ഞാൻ നോർമൽ ആവും ഭയങ്കര ബോറാ നോർമലായിട്ട് സംസാരിച്ചു ഭയങ്കര കോമഡി അതായത് കോമഡി മീൻസ് പക്കാ സീരിയസ് ആയി പോകും ഇങ്ങനെ സംസാരിച്ചിട്ട് കൂടുതൽ ഞാൻ പറയും ഇപ്പൊ ചിലവരിപ്പം ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവർ പറയും പിന്നെ അവൻ അങ്ങ് ഓത്തിന്റെ സ്വഭാവം കാണിക്കുന്നു ഞാൻ ഒറ്റടിക്ക് സീരിയസ് ആവും ഒറ്റടി കോമഡി എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് ഇത് ഇപ്പൊ പറഞ്ഞില്ലേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ദുഃഖിക്കും അണ്ണന്മാരെ അടി വന്ന് കമന്റ് ചെയ്ത് ഓണമായിരിക്കും താഴെ പിന്നെ അവൻ അപ്പൊ അങ്ങ് മാറും അവൻ പെട്ടെന്ന് അങ്ങ് അച്ഛനായെന്നും പറഞ്ഞോണ്ട് നിനക്ക് വിഷമം വരും എപ്പോഴെങ്കിലും ദേഷ്യം വരും പക്ഷെ നോർമൽ കോമൺ സെൻസ് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കില്ല എല്ലാത്തിനും കോമൺ സെൻസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഇടയ്ക്ക് വിജയുടെ ഒരു പടമുണ്ട് അതായത് 50% ആൾക്കാർ ഇവിടെ ഇരിക്കുന്നവര് മണ്ടന്മാരാ എന്ന് പറഞ്ഞാൽ എല്ലാവരോട് ചാടി എണീറ്റിട്ട് എന്താ അവിടെ പ്രശ്നം ഞങ്ങളാണ് മണ്ടന്മാരെന്ന് വിളിച്ചത് ശരി 50% ആൾക്കാര് ബുദ്ധിമാന്മാരാ അവിടെ എല്ലാവരും
അതാണ് ശരിക്കുള്ള പ്രശ്നം. അതായത് പറയുന്ന സാധനം പ്രോപ്പർ ആയിട്ട് കൺവേ ആവില്ല. അവര് പറയും ഓ ഓക്കെ ഇല്ല ഇവൻ നമ്മളെ പഠിപ്പിക്കാൻ വരുന്നു ഒരു നെഗറ്റീവ് വശം ഒത്തിരി പേര് കമന്റ് ഇടുന്നുണ്ട്. ഇല്ല ഇപ്പൊ ഇവന്റെ ഫോട്ടോയ്ക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ കമന്റ് ഇട്ടാലും, പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഇട്ടാലും ഒരാൾ അങ്ങനെ ഒരു കമന്റ് ഇട്ടാൽ 10 പേര് റിട്ടേൺ പറയും എന്താ നീ അവന്റെ ബാങ്ക് ബാലൻസ് പോയി നോക്കാനൊക്കെ. അതിന്റെ റീസൺ എന്താണെന്ന് അറിയാമോ? ഒരു ഇടയ്ക്ക് വെച്ചിട്ട്, അതായത് നമ്മുടെ ഒരു 2-3 മാസത്തിന് മുമ്പ് വെച്ചിട്ട് ചെറിയ കുട്ടികള് കൊലപാതകങ്ങളാവുന്നു, ചെറിയ കുട്ടികൾ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് അതിന് അഡിക്റ്റ് ആയി പോകുന്നു. ആ സമയത്ത് കുറേ പേര് നിങ്ങളുടെ ചാനൽസ് കുറേ പേരെടുത്തിട്ടു അൽസാബത്തും ദേവനന്ദയുമാണ് കറക്റ്റ്. മറ്റേ ദേവനന്ദ അവർ രണ്ടുപേരും അവരുടെ അടുത്ത് ഞാൻ ഡയറക്റ്റ് സംസാരിച്ചപ്പോഴത്തേക്ക് നല്ല രസമാണ്. അവള് മെച്യൂർ ആണ്. അതാണ് അതിന്റെ കാരണം. ഈ മെച്യൂർ ആവാനുള്ള കാരണം പല സാഹചര്യത്തിൽ പലയിടത്ത് പലരെ കാണുന്നു. അതെ അതെ, അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മാത്രമല്ല അവര്, അതായത് ഞങ്ങളൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞാല് ചെറുതിലെ പോലെ സംസാരിക്കണം നമ്മുടെ പ്രായത്തിലുള്ള പിള്ളേരോട് അല്ലല്ലോ, മൂത്തവരോടാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പോഴും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 25-30 വയസ്സുള്ളവരാണ് മിനിമം. അതെ, 40-45-50 ഓക്കെ. എനിക്ക് ടാലി കറക്റ്റ് ഏജ് മാത്രമല്ല, പല ഡെസിഗ്നേഷനിൽ ഇരിക്കുന്ന ആളുകൾ, വലിയ ആർട്ടിസ്റ്റുകൾ, ചെറിയ ആർട്ടിസ്റ്റുകൾ, അങ്ങനെ ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ അതായത് അങ്ങേയറ്റം മമ്മൂക്കയോട് വരെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ പോയിട്ട് ചാടിപ്പോയി ഈ ചെറിയ കുട്ടികളോട് സംസാരിക്കുന്ന പോലെ പുള്ളിയോട് സംസാരിക്കാൻ പറ്റും? ഇല്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരോട് മിനിസ്റ്റേഴ്സ്, അപ്പൊ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ ഓരോ ലെവലാണ്. അപ്പൊ പല അറിവുകളാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പൊ ഇവര് എങ്ങനെ മെച്യൂർ ആകും? അതെ, യൂഷ്വലി ഒരു 10 വയസ്സുള്ള കുഞ്ഞ് 5ാം ക്ലാസ്സിൽ സ്കൂളിൽ പോയി ട്യൂഷന് പോയി തിരിച്ചു വരുന്ന സമയത്ത് അവൻ അതിന്റെ ഇരട്ടി എക്സ്പീരിയൻസ് ആയി. അപ്പൊ യൂഷ്വലി അങ്ങനെ ആയി പോകും. അത് പക്ഷെ സാധാരണ ഉള്ള മനുഷ്യർക്ക് മനസ്സിലാവത്തില്ല, ഡൈജസ്റ്റ് ആവും. അതെ, ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പിന്നെ കിഡ്സിന്റെ റാം ഷോ, നീ ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കി, അപ്പൊ ഇങ്ങനെ കമന്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ ആരടാ അത് സംഭവം. ഞാൻ കുറഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ നോക്കുമ്പോ കൊച്ചു ഫ്രെയിമിൽ കാണുമ്പോ കുറച്ചുകൂടെ വലുതാണെന്ന് പറയാം. ഗ്രൗണ്ടിന് ഇത്ര ഈ ഹൈറ്റ്. അവര് വന്നിട്ട് കറക്റ്റ് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് പോകണ നമ്മള് എന്താ ഒരു മുടിയുള്ള വളർത്തിയ മോനൊക്കെ ഭയങ്കര രസമായിരുന്നു ശരിക്കും. നമ്മൾ ആ സാധനം ഇടുന്നത് കൊള്ളാം പരിപാടി. അല്ലെ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കാൻ അറിയാത്തോണ്ടാണ്. എത്ര സമയം എഫേർട്ട് എടുത്തിട്ടായിരിക്കും ആ കുഞ്ഞുങ്ങൾ ആ സ്റ്റേജിൽ നമ്മൾ ആ കാണിക്കുന്നത് കാണുമ്പോ മാത്രമല്ല നമുക്കൊരു സന്തോഷം വേണ്ട നമ്മളത് ചെയ്യുന്നത്. അപ്പൊ അവര് പിള്ളേർ ഇത് കാണുമ്പോ അവർക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കൂടും. അല്ല മറ്റേ ഫ്രണ്ട് ഇരുന്നിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും പിള്ളേർ ഏതടാ ആ മനസ്സിലാ സാധനം വരും. പിന്നെ സ്റ്റേജിൽ കയറുന്നവർക്കും സ്റ്റേജിന്റെ പുറത്തുനിന്ന് കാണുന്നവർക്കും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് എപ്പോഴും. പിന്നെ ഉണ്ട്. കാരണം സ്റ്റേജിൽ കയറി സംസാരിക്കുന്നവനെ അറിയുള്ളൂ അവിടെ നിൽക്കുന്നവന്റെ പ്രഷർ. അതേ സംസാരിക്കുന്ന താഴെ വന്നിരിക്കുകയാണെങ്കിൽ അവൻ അവിടെ നിന്ന് പറയും പിടിച്ചവൻ കയറിയിട്ട് ഉരുവാണ് കേട്ടോ, കുഴപ്പമില്ല, സ്മൂത്തായിട്ട് പറഞ്ഞിട്ട് പോയി. അതേ സ്ഥാനത്ത് കാണുന്നവർക്ക് എന്തോ ചെയ്തിട്ട് പോകുന്നു, ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും അവർ നോക്കുന്നത്. അതാണ് വ്യത്യാസം. ഈ റാമ്പിൽ അന്ന് ശിവയുടെ കൂടെ ആയിരുന്നോ വോക്ക് ചെയ്തത്? അപ്പൊ കുറച്ച് ഷൈ ഉണ്ടായിരുന്നോ നിനക്ക് റാമ്പിൽ നടക്കുന്ന സമയത്ത്? അയ്യോ അത് സ്വാഭാവികം. അതാ എനിക്ക് മനസ്സിലായ കാര്യം, ഇവന് ഈ ഷൈനെസ് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി അല്ല ആ സമയത്ത് ഇച്ചിരി കുറച്ചുകൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലേ? അത് നമുക്ക് മനസ്സിലാവും. ചിലരങ്ങനല്ലേ, ഷൈനെസ് മറയ്ക്കാൻ വേണ്ടിട്ട് കൂടുതൽ സംസാരിക്കും. ഞാൻ ഓൾറെഡി 3 റൗണ്ട് നടന്ന് എല്ലാം കഴിഞ്ഞ് ശരി മടുത്തു പോയി ഇരിക്കാന്ന് പറഞ്ഞപ്പോഴാണ് കാരണം ബേസിക്കലി എനിക്ക് ഈ റാംബോക്ക് നടക്കാന്ന് പറഞ്ഞാൽ അത്രയും നല്ല പിള്ളേർ അവിടെ നിൽക്കണം. ഇത്ര ഇതിനു വേണ്ടി ഒരു എന്താ പറയുക വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് പക്കയായിട്ടുള്ള പിള്ളേർ അവിടെ ഇഷ്ടംപോലെ നിൽക്കുന്ന പിള്ളേര് ഇത്രയും വലിയ ഗൗണൊക്കെ ഇട്ടിട്ട് കുഞ്ഞു പിള്ളേരോട് നിൽക്കണോ നമ്മൾ അയ്യോ പാവങ്ങൾ അവിടെ അവരെ നടത്തിയിട്ട് വിട് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ലാസ്റ്റ് ഷോ സ്റ്റോപ്പർ അങ്ങോട്ടായിട്ട് നിൽക്കണേണെന്ന് തോന്നുന്നു. അപ്പോ അവര് നടക്കേണ്ട ആ സമയമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നടന്ന് കളയണത്. പിന്നെ നമ്മൾ നടക്കുമ്പോ അവരെ പുറകെ വരാൻ പറഞ്ഞു ഫസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ അവരെ ഫ്രണ്ട് വിട്, ഞാൻ പറയാൻ പറ്റും ബാക്കിൽ പോവാ. അതാകുമ്പോ ഇത്രയും കൊന്നതെങ്ങോരെങ്കിലും ഉണ്ട് പിള്ളേരെ സംബന്ധിച്ചാണെങ്കിൽ. അപ്പൊ അവരെ കാണും, അവർക്ക് പോകാനുള്ള സ്പേസ് പോട്ടെ, ഞാൻ സൈഡിൽ കൂടെ പൊക്കോളാം കുഴപ്പമില്ല. നിങ്ങൾ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരെ കാണത്തില്ലല്ലോ പുറകിൽ നിന്ന്. അവരെന്തോരം കഷ്ടപ്പെട്ടിട്ട് ഒന്ന് കാണാൻ വേണ്ടിയാണ്. അവരുടെ കഷ്ടപ്പാട് ഒരു ബാക്കി അച്ഛന്റെ അമ്മയുടെ കഷ്ടപ്പാട് ആലോചിച്ച് നോക്കും, ഒരിക്കലും നിർത്തണ്ടേ.
ഇതുപോലെ പണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അല്ല ഞാൻ അത്ര അലമ്പില്ലായിരുന്നു. ഇല്ല ഇല്ല അത്ര ഞാൻ ഒന്നുമില്ലായിരുന്നു. ചെറുതിലെ തൊട്ടേ ആള് സൈലന്റാ, ഒന്നിനും വാശിയോ. ഇപ്പോഴും സൈലന്റ്. കൊച്ചിലത്തെ ഇവന്റെ സംസാരം കേൾക്കുമ്പോഴത്തേക്ക് പണ്ട് ഞാൻ ഇവിടെ മറ്റേ ഇല്ല സിനിമയില്ലേ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, അതിനകത്ത് മോനായിയുടെ സംസാരം പോലെ കുറെ കമന്റ്സും അങ്ങനെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതെ, പണ്ട് ഈ കുട്ടിപ്പട്ടാളത്തിലൊക്കെ പോകുന്ന സമയത്ത് അതേപോലത്തെ സംസാരം. മുടി അങ്ങനെ തന്നെ. മുടി അങ്ങനെ മാറി ഇത് ടെക്സ്ചർ ഒക്കെ ആരുണ്ട് പടച്ച തമ്പുരാന് മാത്രം അറിയാത്തുള്ളൂ. അത് ഇങ്ങനത്തെ മുടിയല്ലായിരുന്നു, സ്ട്രെയിറ്റ് മുടി. ഒരു കോവിഡ് വന്നില്ലേ, ആ സമയത്ത് അവന് ഒരു ഇത്തിരി നീളം വെച്ച് മുടിയുടെ ടെക്സ്ചർ മാറി. മുടിക്ക് കോവിഡ് പിടിച്ചോ അതിന്റെ? എന്തോ പറ്റി. കോവിഡ് പനി പോലും വന്നില്ല. ആ സമയത്താണ് ഇവന് പിന്നെ ഗ്രോ ആ ഒരു വളർച്ചയുടെ ഒരു ടൈമില്ലേ, ഹോർമോൺ ചേഞ്ച് സൗണ്ട് ഒക്കെ മാറി. അപ്പോൾ 8ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേന് അപ്പൊ സ്കൂളിലും പോകുന്നില്ല, വീട്ടിലും ഇരുന്നിട്ട് ഒരു ഇങ്ങനെ നോക്കുമ്പോ ഇത്രയൊന്നും അല്ല, ചുരുണ്ടങ്ങ് കേളി ഹെയർ അങ്ങ് ഫുള്ളായി, കുറച്ചുകൂടെ മാറി. കുറച്ചുകൂടെ മാറി. അതെ, മുടിയൊക്കെ പെട്ടെന്ന് ടെക്സ്ചർ ഒക്കെ മാറി, ഭയങ്കരമായിട്ട് മാറിക്കളഞ്ഞു.